Good morning, Jodians. How are you? All are fine? Okay. Today we are going to learn the 6th lesson. Birbal ki Buddhimani. All of you take your textbook. Page number 31. First one എന്താ തന്നിരിക്കുന്നത് നോക്കിയാൽ മക്കളെ, കഠിൻ ശബ്ദമാണ് അല്ലേ? ഓക്കെ, നമുക്ക് കഠിൻ ശബ്ദം ഒന്ന് വായിക്കാവേ. ബഗീച്ച, ഹൈറാൻ, ഉമ്മീദ്, സ്യാദ, മുസ്കുരാന, പരേശാൻ, ദർബാരി. Okay, all of you write in the rough book these words 5 times. Okay, इनी first paragraph നമുക്ക് നോക്കാവേ. एक बार की बात है, बादशाह अकबर अपने बगीचे में घूम रहे थे. उसी दौरान एक कौवा कभी उनके कंधे पर तो कभी हाथ पर बैठकर परेशान कर रहा था. अकबर कौवे से इस प्रकार परेशान होकर बगीचे से लौट आए और उसके बारे में सोचने लगे. अगले दिन दरबार में अकबर ने प्रश्न किया, हमारे आगरा शहर में कितने कौवे होंगे? മക്കളെ, നമുക്ക് ഇതിന്റെ മീനിങ്സ് എന്താണെന്ന് നോക്കാം. एक बार की बात है, ഒരിക്കൽ നടന്നൊരു കാര്യമാണ് കേട്ടോ. ബാദ്ഷാ അക്ബർ अपने बगीचे में घूम रहे थे. ഒരിക്കല് അക്ബർ മഹാരാജാവ് തന്റെ ബഗീച്ച, എന്താ ബഗീച്ച? ഗാർഡൻ. ബഗീച്ച എന്താണ്? ഗാർഡൻ. അക്ബറിന്റെ പൂന്തോട്ടത്തില് ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഉസി ദൗറാൻ ഏക് കൗവ കഭി ഉൻകെ കന്ധേ പർ. അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നപ്പോഴേക്കും ഒരു കാക്ക അദ്ദേഹത്തിന്റെ കന്ധേ പർ, കന്ധ മീൻസ് എന്താണ്? ഷോൾഡർ. അദ്ദേഹത്തിന്റെ ഷോൾഡറിലും ഔർ ഹാത്ത് പർ ബൈഠ്കർ, അദ്ദേഹത്തിന്റെ കയ്യിലും വന്നിരുന്നിട്ട് എന്ത് ചെയ്തു? പരേശാൻ കർ രഹാ ഥാ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. പരേശാൻ കർണ മീൻസ് ക്യാ ഹെ? വറീഡ് എന്ന് പറയും. ഓക്കെ, പരേശാൻ കർണ, വറീഡ്. ഇതൊക്കെ ശബ്ദാർത്ഥാണ് കേട്ടോ മക്കളെ. ആ റെഡ് കളർ വേർഡ്സിൽ എഴുതിയിരിക്കുന്നതെല്ലാം ശബ്ദാർത്ഥാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ചോളുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അക്ബറിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു കാക്കകള്. അക്ബർ കൗവേ സെ ഇസ് പ്രകാർ പരേശാൻ ഹോക്കർ ബഗീച്ചെ സെ ലൗട്ട് ആയി. എന്ത് ചെയ്തു? കൗവകൾ ഇങ്ങനെ ശല്യം ചെയ്തതുകൊണ്ട്, ഈ കാക്കകൾ ശല്യം ചെയ്തതുകൊണ്ട് അദ്ദേഹം തിരിച്ച്, ലൗട്ടാന മീൻസ് തിരിച്ചു വരിക. ഉസ്കെ ബാരെ മേ സോച്ചനെ ലഗ, കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നിട്ട് കാക്കകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അഗലേ ദിൻ, നെക്സ്റ്റ് ഡേ ആവുമ്പോഴേക്കും ദർബാർ മേ അക്ബറിനെ പ്രശ്ന കിയ, അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ ഒരു ആളുകളെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് एक प्रश्न किया, ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? हमारे आगरा शहर में कितने कौवे होंगे? അദ്ദേഹം ചോദിച്ച ചോദ്യം കേട്ടോ. എന്താണ്? हमारे आगरा शहर में, നമ്മുടെ ആഗ്ര പട്ടണത്തില് कितने कौवे होंगे, എത്ര കാക്കകളുണ്ട്? നല്ല ചോദ്യം അല്ലേ? എന്താണ് ചോദിച്ചത്? ആഗ്ര ഷഹർ में कितने कौवे होंगे? ഓക്കെ മക്കളെ, ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായോ? സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. दरबार में बैठे सभी लोग हैरान होकर सोचने लगा, भला यह कैसा अजीब सा प्रश्न है? अकबर फिर बोले, मुझे इस प्रश्न का उत्तर चाहिए. बीरबल, तुम भी चुप बैठे हो. बीरबल बोले, इस तरह के प्रश्न के उत्तर नहीं होते महाराज. ओके, നോക്കിയ മക്കളെ, दरबार में
बैठे सभी लोग हैरान होकर सोचने लगा. കൊട്ടാരത്തിൽ കൂടിയിരുന്ന എല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി. എന്താണ് ഈ ചോദിക്കുന്നത്? എത്ര കാക്കകളുണ്ട്? ആഗ്ര പട്ടണത്തില് എത്ര കാക്കകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. ഭലാ യേ കൈസ അജീബ് സാ പ്രശ്ന ഹേ. ഇതെന്തൊരു വിചിത്രമായ ചോദ്യമാണ്. അക്ബർ ഫിർ ബോലെ. അക്ബർ വീണ്ടും പറഞ്ഞു, മുझे इस प्रश्न का उत्तर चाहिए. എനിക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയിരിക്കണം. ബീർബൽ തും ഭി ചുപ് ബൈഠേ ഹോ. ബീർബൽ, നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? നീയും മിണ്ടാത്തത് എന്താണ്? നീ ഇതിന്റെ ആൻസർ എനിക്ക് തരണം. ബീർബൽ ബോലെ. ബീർബൽ പറഞ്ഞു, ഇസ് തരഹ കെ പ്രശ്നോं के उत्तर नहीं होते महाराज. എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല മഹാരാജാവേ. നോക്കിയേ നെക്സ്റ്റ് പാരഗ്രാഫ്. അക്ബർ ബോലെ. അക്ബർ പറഞ്ഞു, ബീർബൽ मुझे तुमसे ऐसे उत्तर की उम्मीद नहीं थी. 7 दिनों के अंदर पता लगाओ कि आगरा में कितने कौवे होंगे. നോക്കിയാ മക്കളെ, അക്ബർ ബോലെ. അക്ബർ പറഞ്ഞു, ബീർബൽ മുझे तुमसे ऐसे उत्तर की उम्मीद नहीं थी. ഞാൻ താങ്കളിൽ നിന്ന് ഈ ഉത്തരമല്ല പ്രതീക്ഷിക്കുന്നത്. ഉമ്മീദ് മീൻസ് എക്സ്പെക്ട്. ഞാൻ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. ബീർബലിൽ നിന്ന് ഞാൻ ഈ ഉത്തരമല്ല പ്രതീക്ഷിക്കുന്നത്. 7 ദിനോं के अंदर. 7 ദിവസം ഞാൻ തരാം. 7 ദിനോं के अंदर. അതിനുള്ളില് പതാ ലഗാവോ കി ആഗ്ര में कितने कौवे होंगे. 7 ദിവസത്തിനുള്ളിൽ എന്നെ അറിയിക്കണം, ഈ ആഗ്ര ഷഹറില് കിത്തനെ കൗവേ ഹോഗേ. ओके नेक्स्ट पैराग्राफ. बीरबल ने कहा, ठीक है महाराज, मैं पता लगाऊंगा. ബീർബൽ പറഞ്ഞു, ശരി മഹാരാജ്, ഞാൻ ഇതിന്റെ ആൻസർ കണ്ടെത്തി തരാം. 7 दिनों के बाद बीरबल दरबार में आया. अकबर ने पूछा, बीरबल मेरे प्रश्न का उत्तर देने को तैयार हो. 7 दिनों के बाद. 7 ദിവസങ്ങൾക്ക് ശേഷം ബീർബൽ ദർബാർ മേ ആയ. ബീർബൽ ദർബാറിലേക്ക് എത്തി. അക്ബറിനെ പൂച്ച. അദ്ദേഹം ചോദിച്ചു. അക്ബർ മഹാരാജാവ് ചോദിച്ചു, ബീർബൽ മേരെ പ്രശ്ന കാ ഉത്തർ ദേനാ കോ തയ്യാർ ഹോ. അല്ലയോ ബീർബൽ, നീ എന്റെ ഉത്തരം തരാനായിട്ട് തയ്യാറാണോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാൻ തയ്യാറാണോ നീ? बीरबल ने कहा, महाराज आगरा में 2450 कौवे है. അല്ലയോ മഹാരാജാവേ, ആഗ്ര ഷഹറില് 2450. എത്രയാ പറഞ്ഞിരിക്കുന്നത്? 2450. 2450. ഇത്രയും കൗവകളുണ്ട്, ഇത്രയും കാക്കകളുണ്ട് നമ്മുടെ ആഗ്ര ഷഹറില്. ഇപ്പൊ എന്താ പറഞ്ഞത് നോക്കിയേ, എത്ര കൗവകളുണ്ടെന്നാ പറഞ്ഞത്? ഇത് ആൻസർ ആണ് കേട്ടോ, ക്വസ്റ്റിന്റെ ആൻസർ ആണ്. ആഗ്രാമേ 2450. 2000 എന്ന് പറഞ്ഞാൽ 2000. 400 400. 50 മീൻസ് 50. അപ്പോ 2450 കൗവേ ഹേ. ഇത്രയും കാക്കകളുണ്ട് അല്ലെ. കൗ ആ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കൗ എ, കൗവേ ഹേ. കേട്ടോ മക്കളെ? അപ്പൊ നോക്കി വന്ന്, അപ്പൊ ഇതൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അപ്പൊ അതാണ് മിസ് 1-2 പ്രാവശ്യം കൂടെ പറഞ്ഞത് കേട്ടോ. ആഗ്രാമേ 2450 കൗവേ ഹേ. അപ്പൊ ബീർബൽ ഉത്തരം പറഞ്ഞു, ഒരു 2450 കൗവ, അത്രേ ഉള്ളൂ. दरबार में बैठे सभी लोग बीरबल का उत्तर सुन हैरान रह गए. അവിടെ ഇരുന്ന എല്ലാവരും എന്ത് ചെയ്തു? സഭി ലോഗ് ബീർബൽ കാ ഉത്തർ സുൻകർ ഹൈറാൻ രഹ് ഗയേ. ഇതെന്ത്, ഈ ആൻസർ കേട്ടിട്ട് എല്ലാവരും അന്തിച്ചിരുന്നു പോയി. വേ സോച്നെ ലഗേ, അവര് ചിന്തിച്ചു.
बीरबल ने कौओं को कैसे गिना होगा? ബീർബൽ എങ്ങനെയാണ് ഈ കൗവകളെ ഗിന മീൻസ് ക്യാ ഹെ? ഗിന്തി ക്യാ ഹെ? എണ്ണുക അല്ലെ? നമ്മള് എങ്ങനെയാണിത് എണ്ണുന്നത്? അക്ബറിനെ പൂച്ച. അക്ബർ ചോദിച്ചു, അഗർ ഇസ്സെ കം യാ ജ്യാദാ ഹുയേ തോ? ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ? കൃത്യമായിട്ട് എണ്ണിയോ ബീർബൽ? ഇതിൽ നിന്ന് ഇത്രയും പറഞ്ഞ കാക്കകളിൽ നിന്ന് ഈ 2450 ക്രോസ് എന്ന് പറഞ്ഞല്ലോ, ഈ ക്രോയിൽ ഇത്രയും ക്രോ ആണോ ഉള്ളത്, അതോ അതിൽ കൂടുതലാണോ കുറവാണോ എന്ന് ഞാൻ എങ്ങനെ അറിയും? ചിലപ്പോൾ അതിൽ ഒരെണ്ണം കുറവാണെങ്കിലോ അല്ലെങ്കിൽ ഒരെണ്ണം കൂടുതലാണെങ്കിലോ ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ബീർബലിനെ മുസ്കുരാത്തെ ഹുയേ കഹ. ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജ് യദി കൗവേ ജ്യാദാ ഹുയേ. അല്ലയോ മഹാരാജാവേ, ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഒരു കാക്ക കൂടുതലാണെങ്കിൽ तो दूसरे शहर से इन कौवे को घर मेहमान आया होगा. ഞാൻ പറഞ്ഞതിൽ കൂടുതലാണെങ്കിൽ അത് മറ്റൊരു പട്ടണത്തിൽ നിന്ന് ഇവിടെയുള്ള ക്രോയിലെ നമ്മുടെ കാക്കകളുടെ അതിഥിയായിട്ട് വന്നതാണ്. മെഹ്മാൻ മീൻസ് ക്യാ ഹെ? മെഹ്മാൻ അതിഥി, നമ്മുടെ അതിഥിയായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. ഇത് കൂടുതൽ കാക്കകൾ ഉണ്ടെങ്കിൽ വേറൊരു പട്ടണത്തിൽ നിന്ന് നമ്മുടെ ആഗ്ര പട്ടണത്തിലേക്ക് നമ്മുടെ അതിഥികളായിട്ട് വന്നതാണ് അവര് കൂടുതലാണെങ്കിൽ. യദി കം ഹുയേ തോ, ഞാൻ പറഞ്ഞതിൽ നിന്ന് കുറവാണെങ്കിൽ ആഗ്ര ഷഹർ കെ കൗവേ കിസി ദൂസരെ ഷഹർ മേ ഘൂമനെ ഗയേ ഹോഗേ. അതിൽ കുറവാണെങ്കിൽ എന്താണ്? അവര് വേറെ ഒരു പട്ടണത്തിൽ അവരുടെ ബന്ധുക്കളെ കാണാൻ പോയതായിരിക്കും അല്ലേ? വളരെ നല്ല കാര്യം അല്ലേ പറഞ്ഞത്? ബീർബൽ की बात सुनकर अकबर के साथ साथ सारे दरबारी भी जोर जोर से हंसने लगे. എന്ത് ചെയ്തു? ബീർബലിന്റെ ഉത്തരം കേട്ടിട്ട് എല്ലാവരും ഉച്ചത്തില് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മനസ്സിലായോ മക്കളെ പറഞ്ഞത്? ബീർബലിന്റെ ബുദ്ധി സാമർഥ്യമാണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ? ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം നന്നായിട്ട് മഹാരാജാവിനോട് കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ എന്താ പറഞ്ഞത്? ഇത്രയും കൗകളാണോ ഉള്ളത്? അല്ല, കുറച്ചു പേര് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും എണ്ണാൻ പറ്റുമോ? നിനക്ക് കൃത്യമായിട്ട് ഇത് എണ്ണാൻ പറ്റുമോ എന്നാണ് രാജാവ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ കൂടുതൽ, ഞാൻ പറഞ്ഞതിൽ കൂടുതലുണ്ടെങ്കിൽ അവര് മറ്റ് പട്ടണത്തിൽ നിന്ന് ഇവിടെ അതിഥികളായിട്ട് വന്നതാണ്. അഥവാ കുറവാണെങ്കിലോ അവര് മറ്റ് പട്ടണത്തിലേക്ക് പോയതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ബീർബൽ അവസാനിപ്പിച്ചു. ഓക്കെ മക്കളെ, എല്ലാവർക്കും മനസ്സിലായോ? ഇഷ്ടമായോ കഥ? ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം നന്നായിട്ട്. പിന്നെ വായിക്കുന്നതെല്ലാം നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാനായിട്ടുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഓക്കെ മക്കളെ, ഓക്കെ ബൈ, താങ്ക് യു.